നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുതിയൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ അടുക്കുമ്പോൾ രാഷ്ട്രീയക്കാർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെങ്ങനെയാണ് വോട്ട് ചോദിക്കുന്നത്? അവർ നമ്മുടെ അടുത്തോട്ട് വരും, നമ്മുടെ വീട്ടിലെ കുട്ടികളെ എടുത്ത് ഉമ്മ വയ്ക്കും, അവർ നമ്മുടെ തോളിൽ തട്ടും, കയ്യിൽ ഷെയ്ക്ക് ഹാൻഡ് തരും. അങ്ങനെയൊക്കെയല്ലേ അവർ വോട്ട് ഉറപ്പിക്കുന്നത്. ഈ രീതി എങ്ങനെയാണ് വന്നതെന്ന് അറിയാവോ? ഇത് ശരിക്കും ആൽഫ മെയിൽ എന്നൊരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ സയൻറ്റിസ്റ്റ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ചിമ്പാൻസികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് നമ്മുടെ ചിമ്പാൻസികൾ എങ്ങനെയാണ് കാട്ടിൽ ജീവിക്കുന്നത്? ശരിക്കും അവർ 20 മുതൽ 50 വരെ ഉള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് കാട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരു നേതാവുണ്ടാവും. ആ നേതാവിനെ നമുക്ക് ആൽഫ മെയിൽ എന്ന് വിളിക്കാം. കാരണം മറ്റുള്ളവർ ഈ ഒരു നേതാവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്. മറ്റ് പുരുഷന്മാരും സ്ത്രീകളും ഈ നേതാവിനെ വണങ്ങിയാണ് ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലെ രാജാവിൻ്റെ മുമ്പിൽ ആളുകൾ മുട്ടുകുത്തുന്നത് പോലെ ഈ ആൽഫ മെയിൽ പറയുന്നതനുസരിച്ചിട്ടാണ് ആ കൂട്ടത്തിലുള്ള മറ്റ് ചിമ്പാൻസികൾ ജീവിക്കുന്നത്. ആൽഫ മെയിലാണ് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഭക്ഷണം എങ്ങനെ വീതം വെക്കണം, ആരുടെ കൂടെ ഇണചേരണം, അത് രണ്ടുപേർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ ആ വഴക്ക് പരിഹരിക്കുന്നതും ഈ ഒരു ആൽഫ മെയിലാണ്. അപ്പോൾ ഒരു കൂട്ടത്തിൽ സാധാരണ പലരും ഈ ഒരു ആൽഫ മെയിൽ പൊസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കൂട്ടത്തിൽ 2 പേർക്ക് ചിലപ്പോൾ ഈ ഒരു ആൽഫ മെയിൽ എന്നൊരു പൊസിഷനിലോട്ട് എത്താനൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെങ്ങനെയായിരിക്കും ആ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്? അതിനാണ് നമ്മൾ ഈ മുമ്പ് പറഞ്ഞതുപോലെ കെട്ടിപ്പിടുത്തം, ഉമ്മ വയ്ക്കുക, സ്പർശിക്കുക, അങ്ങനെയൊക്കെയാണ് അവരുടെ അടുപ്പം അല്ലെങ്കിൽ അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണയൊക്കെ ഉറപ്പാക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന ആളായിരിക്കും അവരുടെ നേതാവായിട്ട് വരിക. അപ്പോൾ ഈ ആൽഫ മെയിൽ എന്നൊരു പൊസിഷനിലോട്ട് എത്തുമ്പോൾ അവർക്ക് ഒരുപാട് പ്രിവിലേജൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇവർ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു രീതി മനുഷ്യരുടെ ഇടയിലോട്ടും വന്നത്. പണ്ട് കാട്ടിൽ വസിച്ച നമ്മുടെ പൂർവികരും ഇതുപോലെ ഗ്രൂപ്പുകളായിട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത്. 20 മുതൽ 50 വരെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടായിരുന്നു ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് ആൽഫ മെയിൽ എന്നൊരു പൊസിഷന് വേണ്ടിയിട്ടൊക്കെ കോമ്പറ്റീഷനൊക്കെ നടന്നിരുന്നു. പിന്നീട് മനുഷ്യർ ഈ ഒരു ഗ്രൂപ്പ് വലുതായി വന്നിട്ടുണ്ട്. മനുഷ്യരുടെ ഗ്രൂപ്പ് അതായത് ഒരു 150 പേർ വരെയുള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചിമ്പാൻസികൾ 20 മുതൽ 50 വരെ ഉള്ള ഗ്രൂപ്പുകളിൽ ജീവിക്കുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അടുത്തറിയാവുന്ന ആളുകളായിരിക്കും ആ ഗ്രൂപ്പിലുണ്ടാകുന്നത്. അവർക്ക് പരിചയം ഇല്ലാത്ത ഒരാളെ അവർ ആ ഗ്രൂപ്പിലോട്ട് പെടുത്തില്ല. പിന്നെ അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തവരും ആ ഗ്രൂപ്പിലുണ്ടാവില്ല. അപ്പോൾ തലമുറകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കൂടി വരുമ്പോൾ സാധാരണയായി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പുകൾ പിരിഞ്ഞ് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിന് മറ്റൊരു നേതാവ് ഉണ്ടാവും. അങ്ങനെയാണ് ചിമ്പാൻസികളുടെ ഇടയിൽ നടന്നിരുന്നത്. അതേപോലെ തന്നെ മനുഷ്യരുടെ ഇടയിലും ഈ ഒരു കാര്യം നടന്നിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഗ്രൂപ്പ് കുറച്ചുകൂടി വലുതായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിച്ചു തുടങ്ങി. നമ്മൾ ഇന്നത്തെ കാലത്തെ രീതി വെച്ചല്ല കേട്ടോ ചിന്തിക്കേണ്ടത്. ഇന്നിപ്പോൾ ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സംഖ്യകളായിട്ട് കൂടിച്ചേരാനൊക്കെ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള വ്യക്തി പരിചയം വെച്ചിട്ട് മാത്രമേ ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന് മാക്സിമം പരിചയപ്പെടാൻ പറ്റാവുന്ന മനുഷ്യരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 150 ആണ്. 150ൽ കൂടുതൽ ആളുകളായിട്ട് ഒരു മനുഷ്യന് വ്യക്തിബന്ധം കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഖ്യകളായിരുന്നു പണ്ടത്തെ കാട്ടിൽ ജീവിച്ച നമ്മുടെ പൂർവികർ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു രീതി. പക്ഷെ പിന്നീട് മനുഷ്യർക്ക് അതിലും വലിയ രീതിയിൽ കൂടിച്ചേരാൻ കഴിഞ്ഞു. ഈ സാങ്കേതിക വിദ്യയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ മറ്റൊരു ഉപായം കണ്ടെത്തിയിരുന്നു. അങ്ങനെ വലിയ നമ്പറിൽ കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ മനുഷ്യനൊരു കഴിവ് ആർജിച്ചെടുത്തു. ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ പറയാം. താങ്ക് യു.